സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചു. ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതം. സർവർ തകരാറാണ് റേഷൻ വിതരണം മുടങ്ങാൻ കാരണം. സംസ്ഥാന IT സെല്ലിൽ നിന്നും പ്രതികരണമൊന്നുമില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. രാവിലെ മുതലാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചത്. ഇ-പോസ് മെഷീൻ പൂർണ്ണമായും തകരാറിലായ നിലയിലാണ്. റേഷൻ വാങ്ങാനെത്തിയ ആളുകൾ 2-3 തവണയെത്തി മടങ്ങി. വ്യാപാരികൾക്കും ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനെ സംഘടനാ ഭാരവാഹികൾ ബന്ധപ്പെട്ടെങ്കിലും എപ്പോൾ ശരിയാക്കുമെന്ന കാര്യത്തിൽ മറുപടി ലഭിച്ചിട്ടില്ല എന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു. സംസ്ഥാന IT വകുപ്പിൽ നിന്നും ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടെയുണ്ടാകുന്ന പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി പറഞ്ഞു. അടിയന്തരമായി ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾക്കതാ പറയാനുള്ളത്. വിളിച്ചാൽ ചിലപ്പോൾ റെസ്പോൺസ് തന്നെ ഉണ്ടാവില്ല. അതാ മനസ്സിലാകത്തെ. മേലെ വിളിച്ചാൽ അത് ശരിയായ നിലപാടല്ല. എന്താണ് ഈ വിഷയം? ഉച്ചവരെ റേഷൻ കടകൾ അടച്ചിടണമെങ്കിൽ അടച്ചിടാം, ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇ-പോസ് മെഷീൻ ശരിയായിട്ട് തുറന്നാൽ മതി. അല്ലാതെ റേഷൻ വ്യാപാരി കട തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങൾ കാർഡുടമകളുമായിട്ട് ചണ്ട കൂടുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ നീക്കുക. സർവർ കേരളത്തിന് പുറത്തായതുകൊണ്ട് എപ്പോൾ ശരിയാവുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 1 മണിക്കൂർ റേഷൻ വിതരണം മുടങ്ങിയിരുന്നുവെങ്കിലും ഇത് ആദ്യമായാണ് പൂർണ്ണമായും വിതരണം സ്തംഭിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.